Yes, Kathakali. Yeah, he's a vibrant man. He's a vibrant man. Please. കാരണം കുറെയൊക്കെ നിൽക്കാനായിട്ട് ജീവിച്ചാണ്. എങ്കിലും ഈ പീഡിക്ക് ശേഷം ഇവിടെ ഡിഗ്രിക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 93 കാലഘട്ടത്തിൽ ബെസ്റ്റ് കവിയായിട്ട് എന്നെ സെലക്ട് ചെയ്തിരുന്നു ക്യാമ്പസിൽ. എങ്കിൽ ഈ ഉള്ളിലെ മനസ്സിൽ എവിടെയെങ്കിലും ചെറിയ കവിതകൾ ഇപ്പോൾ വരാറുണ്ട്, എഴുതാറുണ്ട്. അപ്പോൾ അതൊന്നും ജില്ലയാണ്. വന്നു ഞാൻ വീണ്ടും ഈ വരാന്തയിൽ നിന്നു ഞാൻ കണ്ടു പണ്ടു കണ്ട കിനാക്കളെ. എത്ര കാലം കടന്നു പോയാലും നഷ്ട സ്വപ്ന വസന്തമായി സ്നേഹമായി സ്വപ്നതീരമായ ജീവനിൽ നിൽക്കും കാമ്പസ്. അന്നും ഞാൻ സ്വപ്നങ്ങൾ തീർത്ത കാറ്റാടി മരക്കൊണ്ടിത. അന്നു ഞാൻ വിഷാദമിറക്കിയ പുൽത്തകിടന്നും കാണുന്നു. ജന്മപുണ്യമായി വന്നണഞ്ഞോരൻ നിത്യവസന്തമേ നമസ്കാരം. ജന്മപുണ്യമായി വന്നണഞ്ഞോരൻ നിത്യവസന്തമേ നമസ്കാരം. ഏത് കൈയടക്കിയിട്ടേ ഇല്ല. ഞാൻ ഞങ്ങളുടെ ടീച്ചേഴ്സിനോട് ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ 2 പേര് വോളണ്ടറി ആയിട്ട് വന്ന് ഞങ്ങളോട് എന്തെങ്കിലും, ഞങ്ങളിപ്പോൾ അത്ര മോശം സ്റ്റുഡൻസ് ഒന്നും ആയിരുന്നില്ല തോന്നുന്നു. കാരണം ഞാൻ കണ്ട ഒരു സംഗതി പറയാം. അതായത് ഗുരുത്വം എന്ന് പറഞ്ഞാൽ അത് വിശ്വത്തിന്റെ ആ ഗുരുത്വം മാത്രമാണ് ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഗതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാതാപിത ഗുരു ദൈവ. അതുപോലെ ഇപ്പോഴീ ഗുരുത്വം കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. കാരണം ഇപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിനെ കാണാനൊക്കെ 20-25 years, the way they speak, the way they handle, everybody is overconfident. അവരുടെ കോൺഫിഡൻസിന്റെ തലം വന്ന് എനിക്കറിയാം അത്രത്തോളം വിഷമത്തോടെയാണ് ഞാൻ പറയുന്നത്. കാരണം ഗുരുത്വമൊക്കെ കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സോ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഗോൾഡൻ ടൈമായിരിക്കും ഞങ്ങളുടെ പോലെയുള്ള ബാച്ചസിൽ വന്നിട്ടുണ്ടാവുക. എനിക്കത് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ആകെ പഠിപ്പിച്ചിട്ടുള്ളത് 3 ദിവസമാണ്. അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ തലൈവി ആയ സമയത്ത് എൻ്റെ വിടാൻ കണക്കിന് ഇത്തിരി പിന്നിലാണ് ഞാൻ എടുക്കാം. എൻ്റെ ഭർത്താവിനോട് ഏറ്റവും ആദരവ് എനിക്ക് ആ കാര്യത്തിലായിരുന്നു. ടൈം ഇടാൻ എന്നെ സഹായിച്ചിരുന്നത് ജനാർദ്ദന മാഷാണ്. അപ്പൊ ജനാർദ്ദന മാഷ് എൻ്റെ അടുത്ത് ചോദിച്ചു, ടീച്ചറുടെ മകന്റെ ക്ലാസ് ഇടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, അതെന്താ അങ്ങനെ, സാധാരണ എല്ലാവരും അങ്ങനെ എടുക്കാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ആവശ്യമില്ല, ഞാൻ പഠിപ്പിച്ച കുട്ടികളല്ലേ നിങ്ങൾ പഠിപ്പിക്കാൻ മിടുക്കന്മാരാണ്, പഠിച്ചാൽ എൻ്റെ മകൻ പാസ്സാവണമെങ്കിൽ പാസ്സായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറുക ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ്റെ ക്ലാസ്സിലെ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവനോട് പറഞ്ഞു, എന്താണ് നിന്റെ അമ്മ മാത്രം വരാത്തെ, നിന്റെ അമ്മയോട് വന്നിട്ടൊന്ന് ക്ലാസ് എടുക്കാൻ പറയും. അപ്പൊ ഞാനന്ന് നിങ്ങൾക്ക് എടുത്തത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്നോടാ, ചീഫ് കി ദാവത്ത് എന്ന് പറഞ്ഞ ഒരു കഥയാണ്. മേലുദ്യോഗസ്ഥൻ വീട്ടില് വരുമ്പോൾ വയസ്സായ അമ്മയെ ഒരു മുറിയിൽ ഒളിപ്പിച്ചിരുത്തുന്ന ഒരു മകന്റെ കഥയാണ്. ഏതായാലും ആ കഥ ഇന്നും ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആവാം. ഏതായാലും എൻ്റെ അടുത്ത് ഞാൻ നീരജിനെ മുങ്ങിയാന്ന് വിളിച്ചതാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇങ്ങനെ ഒരു സംഗമം നടക്കുന്നുണ്ട് എന്നുള്ളത്. സുരേഷ് എൻ്റെ അടുത്ത് പറഞ്ഞ സംഗമം ഉണ്ട്, ഈ പറഞ്ഞ മാതിരി അക്കങ്ങൾ ഇത്തിരി ഓർമ്മ നിൽക്കായതുകൊണ്ട് ഈ ഇന്ന കൊല്ലത്തിൻ്റെ ഇടയിലാണ് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞേനെ. വരുന്നില്ലേന്ന് ചോദിച്ചാൽ ഉടനെ എന്തെങ്കിലും കഴിവ് പറയും. കാരണം അയാൾക്ക് ഭാര്യ വീട് സ്വന്തം വീടും ആശുപത്രിയാണ്. അപ്പൊ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ പുറകോട്ട് വീട് പോയിരുന്നു. അത്രയാണ്. ഏതായാലും ഈ 3 ദിവസം പഠിപ്പിച്ചു എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് എന്നെ ഓർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. വേറൊരു അപേക്ഷയും കൂടിയുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മ ഇവിടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ
ഈ വൃദ്ധർക്കുള്ള ഒരു തൊണ്ടികൾക്കും തൊണ്ടന്മാർക്കുള്ള ഒരു സദനം തുടങ്ങിയപ്പോൾ അതൊക്കെ ഗവൺമെന്റ് ലെവലിൽ നടക്കുന്നുണ്ട്, ഇല്ല 3 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ളതുമുണ്ട്. അതല്ലാണ്ട് നമ്മളെപ്പോലെയുള്ളവർക്ക് പറ്റുന്ന ഒരെണ്ണം തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ചുക്കാൻ നമ്മൾ പിടിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. അത് മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഞാൻ കോളേജിൽ കാലിക്കറ്റ് പഠിക്കുന്ന സമയത്ത് നീരജ് അറിയപ്പെടുന്ന എങ്ങനെയാ വെച്ചാൽ മാവൂർ ദൈവം എന്നായിരുന്നു. മാവൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോഴിക്കോട്. അവിടുത്തെ സാധാരണക്കാരെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ടാണ് നീരജ് അറിയപ്പെടുന്നത്. അത് മാഡത്തോട് ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ മാവൂർ ദൈവം എന്നാണ്. No comments on that. No comments on that, madam. Please. അടുത്തതായിട്ട് ഞാൻ TP ഡോക്ടർ രാജീവ് TP അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്ലോലി മൈൻഡ് അപ്പ് അവർ പ്രോഗ്രാം. ആൻഡ് എനിക്ക് നിങ്ങളെ ചിലപ്പോഴും നന്ദി പറയാൻ വോട്ട് ഓഫ് താങ്ക്സിന് ഞങ്ങൾ ലക്ഷ്മണിയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഐ തിങ്ക് യു റെഡി വിത്ത് ദാറ്റ്. പക്ഷെ ലക്ഷ്മണൻ പറയുന്നതിന് മുന്നേ എനിക്ക് ഒരാളോട് വളരെ നന്ദി പറയാനുണ്ട്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ പരിപാടി ഒരിക്കലും നടക്കില്ല. Can anyone guess it? Ovi, fine. Ovi I said. Ovi is a better man. ലാസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ നടന്നത് അദ്ദേഹം. പിന്നെ പ്രശാന്ത് മുങ്ങിയോ? പ്രശാന്ത്. ഈ 2 പേരാണ് ശരിക്കും ഇതിന്റെ പിറകിലുണ്ടായിരുന്നത്. Ovi was a man just running the show. നിങ്ങൾ വിട്ടു. മാർക്ക് സുക്കർബർഗ്, ഫേസ്ബുക്ക് ആൻഡ് വാട്സപ്പിന്റെ CEO. അദ്ദേഹത്തോട് നന്ദി പറയണ്ടേ? അദ്ദേഹം ഇല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ടാവോ? വാട്സപ്പ് ഇല്ലെങ്കിൽ ഇന്നത്തെ പരിപാടി ഉണ്ടാവോ? സോ let me call Dr. Rajiv TP, and I think after this we straight away go to the vote of thanks. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും പിരിഞ്ഞു പോകരുത്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ലൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഗ്രീൻ പാർക്ക്, KBC ഗ്രീൻ പാർക്ക്, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയും കുറച്ച് നേരം ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാം, സമയം കളയാം. അത് കഴിഞ്ഞിട്ട് വിത്തിങ് ദ ഗൈസ് ആർ ഗോയിങ് ടു മീറ്റ് സംവെയർ എൽസ് ഔട്ട്സൈഡ്. ഞാൻ അതിൻ്റെ പാർട്ടല്ല. Good morning, respected teachers, dear friends. ഈ നോസ്റ്റാൾജിയ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് ഞാൻ ആദ്യമായി എൻ്റെ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ കുറച്ച് വാക്കുകൾ പറയാൻ വേണ്ടി ഞാൻ ആലോചിച്ചപ്പോൾ രാവിലെ വരുമ്പോൾ കുറച്ച് തോന്നിയത് ഞാൻ എഴുതിയിട്ടുണ്ട്. വായിക്കുന്നതായി കുറച്ചുകൂടി മെച്ചമാണ്. At the outset, I thank the organizers who had done this event and made it a reality within a very short span of time. After being here, I feel those 25 years vanished in just few days' time. Teachers, friends, and the same place look as young, charismatic, and energetic like in 1989. I remember I put my first step here with a trembling heart, with the fear of being labeled as a college man from a school boy. A timidity of being in a place which is huge and vast in all means. It's like multiple serene rivers and rivulets join into a giant ocean, where its existence and identity was taken over by the great sea. Luckily, I was not pulled by the crowd and distraction and able to pursue the medical field. I place my heartfelt gratitude to my teachers and friends who had supported me. Any college carried a sense of loudness, an aroma of romance, and a feel of independence. Now, being a college faculty now, I'm working in KST Medical College, I can assure that these small tiny structures that boost out high levels of pride and prestige in many years to come. For me, the time I spent at Bangalore College was the shortest in my academic life, but a game changer. All teachers were wonderful and unchallengeable in their respective fields. I specifically remember Paisar for his English classes
Rajan sirs for a zoology period, Geeta ma'am for the chemistry hours. Once again, I am thanking you all and all, and it's a big salute to my alma mater. എല്ലാവരും സ്വപ്നം കാണാറുണ്ടോ? ഉത്തരവില്ലല്ലോ. ഞാൻ സ്ഥിരം കാണാറില്ല. പക്ഷെ പേടിപ്പെടുത്തുന്ന 2-3 സ്വപ്നങ്ങൾ ഇടയ്ക്ക് കാണാൻ വരാറുണ്ട്. അതൊന്ന് ഫിസിക്സ് എക്സാമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും ഐസക് ന്യൂട്ടൻ എന്തിനാ ഉണ്ടായത്, എന്തിന് അദ്ദേഹത്തിന് തന്നെ ആപ്പിൾ വിടുക, എന്തിന് ഫിസിക്സ്. സോറി സർ, ഒരു ഭയാനകമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. പിന്നെ അത് കഴിഞ്ഞ് എൻഎംഎസിന്റെ കുറേ സ്വപ്നങ്ങൾ വരാറുണ്ട്, ഇങ്ങനെ വൈവൊക്കെ ഇരിക്കുന്ന സമയത്തുള്ള സ്വപ്നങ്ങൾ. അതൊന്നും ചെയ്യാൻ കൂടുതൽ പറഞ്ഞു എങ്കിലും എനിക്ക് ഉറക്കം നഷ്ടപ്പെടും ചിലപ്പോഴും. ഇപ്പൊ ഞാൻ രാജീവൻ സാറിനെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാളത്തെ ഒരു ചെറിയ പരിപാടി, ഒരു വലിയൊരു പരിപാടി നടക്കണം. അതിന്റെ 2 വാക്കുകൾ അദ്ദേഹത്തിനോട് പറയുന്നത്. 9 മണി തൊട്ടിട്ട് കോളേജിലെ വൃക്ഷത്തൈകൾ നടുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. കൂടാതെ കോളേജിലെ സ്ഥാപക സാരഥികളെ, അതായത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന 64 ഉണ്ടായിരുന്ന 13 സാരഥികളെ, കോളേജിന്റെ മാനേജ്മെന്റ് ബോഡി സാരഥികളെ, അവരെ ആദരിക്കേണ്ട അവരുടെ കുടുംബത്തെ, എല്ലാവരും മരിച്ചുപോയി, അവരുടെ കുടുംബത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. കൂടാതെ ഉച്ചയ്ക്ക് ശേഷം ഉത്തര മലബാറിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പങ്കെടുക്കുന്ന പരിപാടികളുണ്ട്. ഡോക്ടർ MGS മേനോൻ, ഡോക്ടർ ഷീന ഷപ്പു, ഡോക്ടർ വി കുഞ്ഞികൃഷ്ണൻ പങ്കെടുക്കുന്ന വലിയ പരിപാടിയുണ്ട്. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കണം, എല്ലാവരും വരണം എന്നവർ പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ ഞാൻ ഇനി ഒരു സ്പീച്ചും കൂടി കൺക്ലൂഡിംഗ് ഷോ വിത്ത് ലോട്ട് ഓഫ് താങ്ക്സ്. അതിലെനിക്ക് പറയാനുള്ള വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഇൻ അവർ ടൈം വാസ്, ഞാനൊക്കെ പഠിച്ചത്, ഞാനാണെങ്കിലും DP ആണെങ്കിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പലരും 95% ഓഫ് ദ സ്റ്റുഡൻസ് പഠിച്ചത് മലയാളം മീഡിയത്തിലായിരുന്നു. റൈറ്റ്, മലയാളം മീഡിയം. ദ മൊമെന്റ് ഞങ്ങൾ 10 കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും മീഡിയം ചേഞ്ചസ്, ഇറ്റ് ബിക്കംസ് ഇംഗ്ലീഷ്. മനോജ് KP അണ്ടൂരിനാണ് അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ടു കൺക്ലൂഡ് ദിസ് വിത്ത് നോ മോർ ബോറിംഗ് അഫയേഴ്സ്. ലേഡീസ് ആർക്കെങ്കിലും 2 കുസൃതി വർത്തമാനങ്ങൾ പറയണമെങ്കിൽ യു ക്യാൻ പ്ലീസ്, ദ സ്റ്റേജ് ഈസ് ഓപ്പൺ ഫോർ യു. 89 ജൂൺ മാസത്തിൽ ഉച്ചയ്ക്ക് ശേഷം പ്രീ-ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഏകദേശം 90 പേര് വന്നിരുന്നപ്പോൾ ആദ്യം ആ ക്ലാസ്സിലേക്ക് വന്നു ഇരിക്കുന്ന ലൂസി എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ വിനയൻ പറഞ്ഞ ആ ഒരു മീഡിയം ചേഞ്ചിൻ്റെ വിഷമം അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇരുന്നത്. ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്ന് ഒന്നും പറയുന്നില്ല, ടീച്ചറുടെ പേര് പറയുന്നില്ല. ടീച്ചർ പറഞ്ഞത് ടേക്ക് ഡൗൺ യുവർ ടൈം ടേബിൾ. അപ്പോൾ തന്നെ നമ്മളെ കാറ്റ് പോയി. കാരണം ഇതിലും വലിയ ഇംഗ്ലീഷിലായിരിക്കും എനിക്ക് കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പോഴെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ടീച്ചർ ഇങ്ങനെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഇങ്ങനെ 5 പീരീഡ് 6 പീരീഡ് ടൈം ടേബിൾ വെച്ച് പറഞ്ഞു. ഈ ടീച്ചർ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. ടൈം ടേബിൾ എങ്ങനെയാണ് കഴിഞ്ഞു പോകണ്ടേ. ദിവസങ്ങൾ കഴിയുന്നതോറും ടീച്ചർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്നു. സ്ട്രിക്റ്റ് തന്നെയായിരുന്നു. കൃത്യമായിട്ട് 90 ആളുകൾ ആര് സംസാരിച്ച് ഞാൻ ടീച്ചർ പഠിക്കും. ശരിക്കും നമ്മളൊരു UP സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് ടീച്ചറുടെ ആ ഒരു റോൾ തന്നെയായിരുന്നു ടീച്ചർ നമ്മളെ ഫസ്റ്റ് ബാച്ചിനെ കൈകാര്യം ചെയ്തത്. 2 വർഷം ഡിഗ്രി പഠിക്കുന്ന 2 വർഷം ടീച്ചർ കെമിസ്ട്രി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് BDC വന്നപ്പം ഇതേമാതിരി ആദ്യത്തെ ദിവസം കഴിയുന്ന സുകുമാരൻ മാഷ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷിതാവിൻ്റെ റോളായിരുന്നു. കാരണം അച്ഛൻ്റെ സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, അച്ഛനും ഗുരുസ്ഥാനിയാണ് മാഷ്. മിക്കവാറും അവർ തമ്മിൽ കാണും. ഒരു ദിവസം മാഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറിന് ഒരു ക്ലാസ് എടുത്തിട്ട് ഇതിലാരാ മനോജ് ഞാൻ എണീറ്റുള്ളൂ. കുവൈനിൽ നിന്ന് വരുന്ന വേറൊന്നും തന്നെയാണ്. 2ാമത്തെ വർഷം ആണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും രസകരമായ ഒരു സംഭവം. അതും ഈ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിക്ക് പരീക്ഷ എഴുതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഈ അപേക്ഷാപൂർവ്വം പൂരിപ്പിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എഴുതുക. ഇന്ന് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി രാഷ്ട്രഭാഷ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി എടുത്തത് ഇതിനായിട്ട് അന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഹിന്ദിക്ക് അനന്തൻ മാഷ് ഉണ്ടായിരുന്നു, വിജയകുമാരൻ സാർ ഉണ്ടായിരുന്നു NSS. അനന്തൻ മാഷിനൊരു കുഴപ്പമില്ല, ആ പാഠം പ്രേംചന്ദിൻ്റെ മഹാജനി സഭ്യത എന്നൊരു കോഴ്സ്. എന്നാൽ സാറ് പറഞ്ഞത് അങ്ങനെ തന്നെ മനസ്സിലുണ്ട്. ഈ വിജയകുമാരൻ സാറിൻ്റെ ക്ലാസ്സിൽ ആണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടേണ്ടി വന്നത്. കാരണം മാഷി NSSൻ്റെ മാഷായതുകൊണ്ട് ഈ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റി
ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഒന്നാമത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ കമ്പൈൻഡ് ആയിരുന്നു. കാരണം ഡിഗ്രീൻ്റെ എല്ലാ ബാച്ചും ഈ ലാംഗ്വേജിന് ഒന്നിച്ച് വരും. ആരോ പറഞ്ഞ ഇവന് പാട്ട് പാടുന്ന സൂപ്പറുണ്ട് കഴിഞ്ഞല്ലോ. മാഷ എന്നെ പിടിച്ചിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. വളരെ വർഷമുള്ള 4 പേര് ഇങ്ങനെ പാടി വെച്ചു. അടുത്ത ദിവസം മുതൽ മാഷ ക്ലാസ്സിലേക്ക് ഇങ്ങനെ പോയില്ല. അത് ആഷാടുക്ക എനിക്ക് തിന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാമയാണെന്ന് തോന്നി മാഷ എടുത്തത്. 3.5 മണിക്കൂർ പരീക്ഷയുണ്ട്. 3/4 മണിക്കൂറെ കഴിഞ്ഞിട്ടുള്ളൂ. കുറേ സമയത്ത് വെച്ചിരുന്നു. പിന്നെ ഞാൻ മാർക്ക് കൂടുതൽ 1 മാർക്കൊന്നും കിട്ടൂല. എനിക്ക് 56 മാർക്ക്, ഈ ബാക്കി 41 എവിടെ എപ്പോഴും മനസ്സിലാക്കാം. അല്ല, അത് ഇനി ഞാനിത് പറയില്ല. കാരണം ഞാൻ ഒരുപാട് ട്രെയിനിന്നൊക്കെ ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ നോക്കി അവരൊക്കെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് ഞാൻ മാറി. എൻ്റെ ഗുരുനാഥന്മാരുടെ മുന്നിൽ ഇതൊരു കഴിവായിട്ടല്ല ഞാൻ കുറ്റസമ്മതമാണ്, അറിയാണ്ട് പറ്റിയ അബദ്ധമാണ്. അത് അനുഗ്രഹമായിട്ട് മാറിയതാണ്. പിന്നെ എല്ലാവരും നല്ല പരിചയമുള്ളവരാണ്. പിന്നെ ഡിഗ്രിക്ക് ഇതേമാതിരി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ റണ്ണിങ് കോളേജിലെ ഓഡിറ്റോറിയത്തിലാണ്. അവിടെ പാടി അടുത്ത ബസ്സിന് വീട്ടിലേക്ക് എത്തി. അടുത്ത 2ാമത്തെ ദിവസം പത്രത്തിൽ യെസോന്റെ റിസൾട്ട് വന്നപ്പോൾ ശാസ്ത്രീയ സംഗീതം ഫസ്റ്റ് ഇഞ്ചു വള്ളൂർ നിർമ്മലഗിരി കോളേജ്, സെക്കൻഡ് എൻ്റെ പേരാണ്. അതും എനിക്കൊരു ഷോക്കായിട്ട് മാറി. കാരണം ഒരു മത്സരത്തിന് പോകാൻ മാത്രം കെൽപ്പ് അന്ന് എനിക്കില്ല. ഇന്ന് ഉണ്ടെന്നല്ല, അതിന് ഞാൻ ഇന്ന് രാജീവ് മാഷ മുഖത്ത് നോക്കി ഞാൻ നന്ദി പറഞ്ഞിട്ടുമില്ല. കാരണം പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഇൻട്രസ്റ്റോണ്ട് ഞാൻ പോയിട്ടില്ല. കാരണം അപ്പോഴത്തേക്ക് ഈ പരീക്ഷേൻ്റെ തിരക്കായി. മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഡിഗ്രി ഫൈനൽ Anyway, I think നമ്മുടെ പ്രോഗ്രാം നിങ്ങളുടെ ആർക്കെങ്കിലും ലേഡി റെപ്രസെൻറ്റേറ്റീവ്സ് ഓർ ടീച്ചേഴ്സ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടായിരിക്കും ഒരു സ്റ്റുഡൻ്റായ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അതായത് ഈ ഞാനൊരു കൊല്ലം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് സ്റ്റുഡൻസുമായിട്ട് വളരെ ഇങ്ങനെ എന്താ പറയുക, ഒരു സുഹൃത്ത് അങ്ങനല്ല, ലൈക്ക് അത്ര ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു സാറായിട്ടാണ് ഉണ്ടായത്. ഒരു കൊല്ലം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. സോ ഇപ്പൊ ഞാൻ അടുത്തൊരു സിനിമയും കാണും. സിനിമ പ്രാണനും കൂടിയാണ്. ഒന്നും വിടാറില്ല.